ഹലോ ഹലോ, നമസ്കാരം. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു കേസ് കഴിഞ്ഞ് കോടതിയുടെ മുൻവശം വഴി ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങുന്നത്. കടമൊക്കെ വീട്ടി വല്ല കട്ടയും കുത്തി ജീവിക്കാൻ നോക്ക്. നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ. ഉണ്ടല്ലോ ഒരു അണ്ടിയില്ല, നമുക്ക് നമ്മളെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ടല്ലോ സംഗീതം എന്നടക്കം ഇറങ്ങിപ്പോ ഒരു സുഖല്ലേ. അവന്റെ ജീവിതം തന്നെ മാറ്റിയില്ല നീ. താങ്ക് യു. വളരെ കുറച്ച് മാത്രം മോഹിക്കും. കുറച്ച് മോഹിച്ചാൽ കുറച്ച് മാത്രം ദുഃഖിച്ചാൽ മതിയല്ലോ. കൂടുതൽ മോഹിച്ചാൽ ദുഃഖത്തിന്റെ അളവ് കൂടും. ഞാനിവിടെ നിന്നിരുന്നോട്ടെ. ഇതിന്റെ കുടുംബ സ്വത്തൊന്നുമല്ല. അയാളിപ്പോ എവിടെ ഉണ്ടാവും? അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ട് അല്ല, ഒരു സെക്യൂരിറ്റിക്കാരനെ പോലും നിർത്താതെ ഇങ്ങനെ താമസിക്കുന്നത് മഹാ അബദ്ധമാണ്. ബീരാനും റഹ്മാനും അതെ, അവരാണ് വിളിച്ചത്. അതെ, എന്നിട്ട് അവരെവിടെ? അവരോട് ഉണ്ട്. അതാ. അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ? അതെന്ത് ചോദ്യം തമ്പുരാൻ, മറക്കാൻ പറ്റുമോ തമ്പുരാനെ? ചാവാതിരിക്കാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അയാളുടെ കയ്യിൽ പിടുത്തം കൊടുക്കുക. എന്റെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ വിങ് എന്ന പേരിൽ സാറും സാറിന്റെ ഗ്രൂപ്പും എന്നോടൊപ്പം ഉണ്ടാവണം സർ. അത് പക്ഷെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഈ നാടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് നിങ്ങൾ ആവശ്യമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും അവൻ രക്ഷപ്പെടാൻ പോണില്ല. I fear it's the beginning of something. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. അതൊക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണ ഇവന്മാരൊക്കെ. എനിക്കെന്തോ വല്ലാത്ത പ്രതീക്ഷ തോന്നുന്നു. ഇപ്രാവശ്യത്തെങ്കിലും ചാമ്പ്യൻഷിപ്പ് നമുക്ക് തന്നെ കിട്ടുമെന്നൊരു തോന്നുന്നു. ഞാൻ എങ്ങനെ നിന്നാ മതിയോ? പിന്നെ ഞാൻ തരാൻ പോവാണ്. തന്നോളൂ. നീ ഒരിക്കലും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് എന്തിനാടാ? ആരെ കാണിക്കാനാ? അവനാണെങ്കിൽ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അവനെടുത്തോട്ടെ. ഇവിടം വരെ വരാനറിയാമെങ്കിലേ ഇതിനകത്തേക്ക് കയറാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒറ്റക്കങ്ങ് ഉണ്ടാക്കിക്കോളാം. ഇതൊക്കെ ഏതാനോന്നറിയാം ദമയന്തിക്ക്. ഇവിടുത്തെ പുഴയെ വലിയ പുള്ളികളാ. സാറും എന്തിനാ കുട്ടികളെ അകന്ന് നിൽക്കുന്നത്? നിങ്ങൾ അടുത്ത് നിൽക്കേണ്ടവരല്ലേ? അതൊന്നും ഭാഗത്തേക്ക് പോട്ടോ. അകത്ത് പോവാൻ പെർമിഷൻ ഉണ്ടോ? പരമശിവൻ മോളില് ഒന്നും മാറണോ? ആദ്യത്തെ ഇടിക്ക് തന്നെ ബോധം കെട്ട് വീഴലടാ. അപ്പച്ച ബോധം കെട്ട് വീണതല്ല, പിന്നെ വെള്ളത്തിൽ ചവിട്ടിയപ്പോ സ്ലിപ്പായി വീണതല്ലേ? എന്ത് പറ്റി അഷ്റഫേ? നീ അങ്ങ് കോലം കെട്ടുപോയല്ലോ. ഹായ് അടി സക്കേ. വർക്കിച്ചായോ? എന്നാടോ ഒരു സ്നേഹമില്ലാണ്ട്? കോളപ്പുള്ളിയും വെറുത്ത് കയറി തോന്നിയാസം കാട്ടാൻ പോലെ ധിക്കാരി ഉണ്ടെങ്കില് അത് മാധവന്റെ കൈത്തരപ്പ് മാറ്റാൻ വേണ്ടി ജനിച്ചു. തൽക്കാലം ഞാനാവണം എന്നാണ് പൊതു താല്പര്യം. സ്റ്റീഫൻ അതിൽ എതിർപ്പുണ്ടാവില്ലെന്നറിയാം. ഊതടാ ഊത്, അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്. ഒറ്റെണ്ണം നേരെയാവില്ല. എല്ലാവരും അനുഭവത്തിൽ നിന്ന് പഠിച്ചോളും. നമസ്കാരം. ഇത് ചുള്ളിക്കൽ ഭാസ്കരൻ. നിങ്ങളെയൊക്കെ എനിക്കറിയാം. എവിടെയോ എപ്പോഴോ കണ്ടു മറന്ന പോലെ. നമുക്ക് ആ വഴിയല്ലേ പോണ്ടേ? ഷോർട്ട് കട്ടാ. തന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ താനും കൂടെ മനസ്സിലാക്കണേ. എന്താ അവസ്ഥ? നമ്മുടെ വണ്ടിയിൽ നെങ്കിനുള്ളിൽ നീയാണ്, തേനാണ്, കുളിരാണ്, ഫാത്തിമ പാട്ടുകളൊക്കെ ഇല്ലേ? ഇത് വാങ്ങുறதுக்கு ശരിയായ ഓണർ ഞാനല്ലേ, ഞാൻ വെറും ബിനാമി. അന്ത പെരിയ ആള് ദോ വരാറ്. ചെറിയ ലോകത്തിലെ വലിയ സ്വപ്നങ്ങളൊന്നും കാണാത്ത ജീവിതത്തിന് ഒരു സമാധാനമുണ്ട്. എനിക്കത് മതി മാസ്റ്റർ. ഇവനാണോടാ വേലായുധൻ? ഇത് കീരി രാഘവൻ, പേരിനൊരു കീരി, അത്രേ ഉള്ളൂ. വന്ന വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടണ വണ്ടിക്ക് നാട്ടിപ്പോടാ. പോകാം. വാടാ. എനിക്ക് ഈ അടയ്ക്കാക്കൂരോട് എത്രയോളം നിന്നെ പുല്ല് പോലെ എടുത്ത് ഞാൻ തോളത്തിട്ടുണ്ടോ.
കാലി ചെക്കന്മാരെയും കൊണ്ടുള്ള അവന്റെ കള്ളനും പോലീസും കളി എന്റെ മുറ്റത്തല്ല. നീ പേടിക്കണ്ട. അടാട്ട് കയറി ജോർജിന്റെ തടി കേടാക്കാൻ പറ്റിയ മിടുക്കന്മാരൊന്നും ഈ അങ്ങാടിയിലില്ല. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്റെ തറവാടിന്, അല്ലടാ സർക്കിളെ? നീ രക്ഷപ്പെട്ടു. അണ്ണന് നിന്നെ അത്രയ്ക്ക് പിടിച്ചു. അല്ലാണ്ട് ഒരിക്കലും ഇവിടെ ഇരുത്തി തീറ്റ തരില്ല. സംഗതി മനസ്സിലായി. കിട്ടിയ തക്കത്തിന് രണ്ടുപേരും കുടിക്കാനുള്ള പുറപ്പാടാണല്ലേ? നിങ്ങൾ എത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. എന്നിട്ട് അവക്കിങ്ങനെ മാറാൻ പറ്റിയല്ലോ. കണ്ണി ചോരയില്ലാത്തോളം മുടിഞ്ഞു പോവുള്ളൂ. നമ്മളെ മനസ്സിലാക്കില്ല. നീ ഇങ്ങനെ പേടിക്കാണ്ടിരിക്കെ. ആ നിൽക്കുന്നവനെ 7ാം ബ്ലാക്ക് ബെൽറ്റാ. അണ്ടല്ലൂർക്കാവിലെ ഉത്സവത്തിന് 50 പേരെയാ അവനെ ഇടിച്ച് താഴെയിട്ടത്. എന്നെ കണ്ടുപിടിக்க முடியல. മാമനെ കൊണ്ടാണോ? ഞാനും വരാം. ഇടയ്ക്ക് കണ്ടെന്നല്ലാതെ ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. 34 ടൂർണമെന്റ്ல ஒரே ஒரு ஃபைட்ல மட்டும் தோத்தன்னு சொன்னாருல்ல, அவர் யார் கூட ஃபைட் பண்ணி தோத்தாருன்னு தெரியுமா? നിന്റെ ദേഹത്ത് കൈവച്ചാരാണെന്ന് എന്റെ തന്തേം തള്ള ചോദിക്കുമ്പോ നീ പറയണം 5 വയസ്സുള്ള ഒരു കിളവനാണ്. നീ ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇത് ജീവിത, തോറ്റു കൊടുക്കരുത്, ജയിച്ച് കാണിച്ചു കൊടുക്കണം. തിരിച്ചു പോണം. സാറ് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. ഇനി അങ്ങോട്ട് ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും ഉറക്കമില്ലാത്ത രാത്രികളാണ്. വാങ്ങിയ ചരിത്രമേ ഉള്ളൂ. എനിക്ക് മുന്നേ പേടി വേണ്ട. ആ വേദന ഞാൻ അനുഭവിച്ച പോലെ നീയും അനുഭവിക്കണം. ഇനി വയ്യ. ഈ നിമിഷം മുതൽ എനിക്ക് ജയിച്ച് കാണിച്ചേ പറ്റൂ. ഒത്തിരി ചോരക്കളി കളിച്ചും കളിപ്പിച്ചും തന്നെയാ ഞാനിവിടം വരെ എത്തിയത്. മീശ മുളച്ചതിന് ശേഷമല്ല, നിക്കറിട്ട കാലത്തെ തുടങ്ങിയ അധ്വാനം. അതിന് പടം തീർന്നിട്ടില്ലല്ലോ ചേട്ടാ. അപ്പൊ നീ തുടങ്ങടേ, ഞാൻ തീർത്തോളാം കേട്ടാ. അപ്പൊ ചേട്ടൻ തീർക്കും.